നമസ്കാരം. നിറഞ്ഞ ചാക്കെ നിവർന്നിരിക്കൂ എന്നൊരു ചൊല്ലുണ്ട്. പദവിയും ഭരണവും ഇല്ലാതായാൽ കാലിച്ചാക്കിൻ്റെ വിലയെ കിട്ടൂ ഏത് പ്രതാപിക്കും. അധികാര ചിഹ്നങ്ങളും അന്തഃപുരവും വിട്ടിറങ്ങിയതോടെ ഉലകുടയ പെരുമാളെപ്പോലെ രാജ്യം ഭരിച്ചിരുന്ന പ്രജാക്ഷേമ തൽപരനെ ആർക്കും വേണ്ടാത്ത അവസ്ഥയായി. ഇനി വെറും നിലത്തിരിക്കും, വേണമെങ്കിൽ മെതിയടിയില്ലാതെ പച്ച മണ്ണിലിറങ്ങി നടക്കും. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ ഏഴയല തടിപ്പിക്കാതിരുന്ന ചെറു നേതാക്കളാണിപ്പോൾ ഇടം വലമുള്ളത്. അയ്യാ വണക്കം എന്ന് പറഞ്ഞ് അടുത്തു ചെല്ലാൻ റഹീമിനും ഒപ്പമിരിക്കാൻ രാകേഷിനുമൊക്കെ ഇപ്പോൾ കഴിയുന്നുണ്ട്. ഇതൊന്നുമല്ല അന്തങ്ങളെ ഇപ്പോൾ വല്ലാതെ ദുഃഖിപ്പിക്കുന്ന കാഴ്ചകൾ. ഇന്നലെ വരെ നമ്മൾക്കൊപ്പം ഉണ്ടെന്ന് അവർ കരുതിയിരുന്നവർ പോലും ഇപ്പോൾ മറുവശത്താണ്. സ്റ്റീഫൻ നെടുമ്പള്ളിയും കൊടുമൺ പോറ്റിയും എല്ലാം ഇപ്പോൾ സതീശന് ചുറ്റും വാഴ്ത്തുപാട്ടുമായി കൂടിയിരിക്കുകയാണ്. ഇത്രയും കാലം പാർട്ടി ചാനലിൻ്റെ മേധാവിയായിരുന്ന മുഹമ്മദ് കുട്ടിയിലുണ്ടായ മാറ്റമാണ് കമ്മികളെ വല്ലാതെ വിഷമിപ്പിക്കുന്നത്. മറ്റൊന്ന് മോഹൻലാലാണ്. 10 കാശ് ഖജനാവിൻ്റെ ഏതോ മൂലയിൽ കിടക്കുമ്പോഴാണ് 11 ലക്ഷം വാങ്ങി ക്യാപ്റ്റന് ഒപ്പം അഭിനയിച്ചത്. അന്ന് മോഹൻലാൽ അന്തങ്ങൾക്ക് കംപ്ലീറ്റ് ആക്ടറായിരുന്നു. ഇപ്പോൾ നന്ദിയില്ലാത്ത ഏട്ടനാണ്. മോഹൻലാൽ മുഖ്യമന്ത്രിക്ക് PR വർക്ക് ചെയ്ത സമയത്ത് എന്തൊരു സ്നേഹമായിരുന്നു ലാലിനോട് കമ്മികൾക്ക്. ഇന്ന് മോഹൻലാൽ സതീശന് ആശംസകൾ നേർന്നതോടെ പരമചേറ്റയായി മാറി. പാർട്ടിക്ക് ചെറിയൊരു ക്ഷീണം വന്നപ്പോഴേക്കും ഇങ്ങനെ മനുഷ്യന് മാറ്റമുണ്ടാകുമോ? പ്രമുഖരെല്ലാം ഇപ്പോൾ സതീശൻ ഗ്രൂപ്പിൽ ചേർന്നിരിക്കുകയാണ്. ആ മേനോൻകുട്ടിക്ക് ഇന്നലെ പൗരാവിൽ നൽകിയ സ്വീകരണത്തിലാണ് മമ്മൂക്കയും ലാലേട്ടനും പങ്കെടുത്തത്. ജന്മനാട്ടിലും കർമ്മദേശത്തും എല്ലാം പൗരാബലികൾ സതീശനെ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. മമ്മൂക്ക അങ്ങനെ ഒരു പരിപാടിയിൽ പോയതിലല്ല അവർക്ക് കുഴപ്പം. പക്ഷേ ആ വേദിയിൽ വെച്ച് അദ്ദേഹം പുതിയ മുഖ്യമന്ത്രിക്ക് ഒരു നിർദ്ദേശം കൊടുത്തു. മമ്മൂക്ക പരിപാടിയിൽ പോയതങ്ങ് ക്ഷമിക്കാം, പക്ഷേ ആ വേദിയിൽ വെച്ച് അദ്ദേഹം പുതിയ മുഖ്യമന്ത്രിക്ക് ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. എല്ലാവരെയും കേൾക്കുകയും അവരോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ചെയ്യുക എന്നതാണ് മുഖ്യമന്ത്രി സതീശൻ ശ്രദ്ധയോടെ ചെയ്യേണ്ട കാര്യം. ആ പറഞ്ഞത് എവിടെയോ തങ്ങളുടെ ചങ്കിൽ കൊണ്ടതായി കമ്മികൾക്ക് തോന്നി. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന മുഖ്യൻ ആരെയും കേൾക്കാതെയും സംസാരിക്കാതെയും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെയും ഇരുന്നുവെന്നല്ലേ അതിൻ്റെ അർത്ഥം. ഇനി സതീശനെ ലാലേട്ടൻ പുകഴ്ത്തിയത് ഒന്ന് കേൾക്കുക. സത്യസന്ധതയും സുതാര്യതയും VD സതീശനിൽ പ്രകടമാണെന്നും ജീവിതത്തിൽ മറ്റെന്തെല്ലാം കൈമോശം വന്നാലും ഇവ രണ്ടും കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ എന്നും ആശംസിച്ചു കളഞ്ഞു. ഇവിടെ മുള്ളു വെച്ചൊരു വർത്തമാനമുണ്ട്. അപ്പോൾ പിണറായി വിജയന് സത്യസന്ധതയും സുതാര്യതയും ഉണ്ടായിരുന്നില്ല എന്നല്ലേ അർത്ഥം? പിണറായി വിജയനൊപ്പം മമ്മൂട്ടിയും മോഹൻലാലും ഇരുന്നപ്പോഴൊക്കെ അവരുടെ മുഖവും വീർത്തു കെട്ടിയ നിലയിലായിരുന്നു. ഒന്നും പ്രത്യേകമായി സംസാരിക്കാനില്ല, വെറുതെ ഇരുന്നു കൊടുക്കുന്നു എന്ന് മാത്രം. എന്നാൽ സതീശൻ്റെ അരികിലെത്തിയപ്പോൾ മമ്മൂട്ടിയും മോഹൻലാലും മതിമറന്ന് ആഹ്ലാദിക്കുകയാണ്. ലാലേട്ടൻ ഓടിച്ചെന്ന് സ്വീകരിച്ച് പൊന്നാട അണിയിക്കുന്ന രംഗം കണ്ടാൽ നമുക്ക് രോമാഞ്ചം വരും. ഒരാളെ മുഖ്യമന്ത്രിയാക്കാൻ നാട് മുറവിളി കൂട്ടിയ സംഭവം കേരള ചരിത്രത്തിൽ ആദ്യമാണെന്ന് കൂടി മോഹൻലാൽ കാച്ചിക്കളഞ്ഞു. വികസനം സ്വപ്നം കണ്ട നെഹ്റുവിൻ്റെ അനുയായിയായ മുഖ്യമന്ത്രിയുടെ സ്വപ്നങ്ങളിലൂടെ കേരളം മഴവിൽ ഭംഗിയോടെ വളരുമെന്നും മോഹൻലാൽ പറഞ്ഞു. അതോടെ സദസ്സ് മൊത്തത്തിലൊന്ന് ഇളകി, കമ്മികളുടെ അടപ്പിളകി. അല്ല ലാലേട്ടാ, അപ്പോഴീ പിണറായി വിജയൻ 10 വർഷം കൊണ്ട് വികസിപ്പിച്ചതൊന്നും വികസനമല്ലേ? അതിന് മഴവിൽ അഴകൊന്നുമില്ലേ? നോക്കണേ, എന്തൊരു കാവ്യാത്മകമായ ഭാഷയിലാണ് മോഹൻലാലൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നത്. പിണറായി വിജയനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഒന്നും കയ്യിൽ നിന്നിടാൻ അനുവാദമില്ല, സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നത് പോലെയാണത്. മുക്കലും മൂളലും ഏമ്പക്കവും വരെ സംവിധായകൻ പറയുന്നത് പോലെ ചെയ്യണം. ഒരർത്ഥത്തിൽ കഴിഞ്ഞ 10 വർഷമായി പിണറായി ഭരണകൂടം ചെയ്തു വന്ന നെറുകേടും ക്രൂരതയുമെല്ലാം ഈ മഹാനടന്മാരും കണ്ടിട്ടുണ്ടല്ലോ. പക്ഷേ അവർക്ക് പ്രതികരിക്കാൻ പരിമിതികളുണ്ട്. പിണറായി സർക്കാരിൻ്റെ ആർഭാടവും അഹങ്കാരവും ഗുണ്ടായുസവും എല്ലാം കണ്ടുമടുത്തവരാണ് അവരും. വയനാട് ടൗൺഷിപ്പിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനിറങ്ങിയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ മമ്മൂട്ടി അകറ്റി നിർത്തിയ സംഭവം ഓർക്കുന്നില്ലേ? അന്നു മുതൽ CPMകാർക്ക് മമ്മൂക്ക വെറുക്കപ്പെട്ട മനുഷ്യനാണ്. സൈബർ ആക്രമണത്തിൽ നിന്നും മമ്മൂട്ടിയെ രക്ഷിച്ചെടുക്കാൻ പിണറായി വിജയന് തന്നെ രംഗത്തിറങ്ങേണ്ടി വന്നു. പിണറായി പങ്കെടുക്കുന്ന വേദിയിലൊക്കെ ഈ മഹാനടന്മാരെത്തിയപ്പോഴൊക്കെ എന്തൊരു നിശബ്ദതയും മരണവീടിൻ്റെ മൂകതയുമായിരുന്നു. ഇപ്പോൾ അവരിലും ആഹ്ലാദം അലതല്ലുകയാണ്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും കമലഹാസനെയും ഒന്നിച്ചു വിളിച്ചു വരുത്തി കേരളത്തെ അതിദാരിദ്ര്യ മുക്തമാക്കാനായിരുന്നു പിണറായി വിജയൻ്റെ ഗൂഢലക്ഷ്യം. എന്നാൽ ആ കെണി തിരിച്ചറിഞ്ഞ മോഹൻലാൽ പിന്മാറി. കമലഹാസൻ തിരിഞ്ഞു നോക്കിയില്ല. ഒട്ടും സന്തോഷമോ മുഖത്ത് രക്തപ്രസാദമോ ഇല്ലാതെ ചടങ്ങിൽ പങ്കെടുത്ത മമ്മൂട്ടി യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പറഞ്ഞത് അതിദാരിദ്ര്യമേ ഇല്ലാതായിട്ടുള്ളൂ, ദാരിദ്ര്യം ഇവിടെ തന്നെ ഉണ്ടെന്നാണ്.
എന്തായാലും ഭരണം മാറിയതോടെ കലാകാരന്മാരെല്ലാം സതീശൻ്റെ ഗ്രൂപ്പിൽ ചേർന്നിരിക്കുകയാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും സിനിമകൾ ബഹിഷ്കരിക്കാനാണ് ഇപ്പോൾ അന്തങ്ങൾ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴവരിടുന്ന പോസ്റ്റിൽ ഒരു വാചകം കാണാം: 6 മാസം കഴിയുമ്പോൾ കേരളം സമ്മതിക്കും പിണറായി വിജയനായിരുന്നു ശരിയെന്ന്. എല്ലാം ശരിയാക്കാനിറങ്ങിയ പിണറായി വെറും ശശിയായി മൂലയ്ക്കൊതുങ്ങിയിട്ടും അന്തങ്ങളുടെ ആഗ്രഹവും മുറവിളിയും അവസാനിക്കുന്നില്ല. ഇപ്പോഴാണ് കമ്മികൾ മോഹൻലാലിൻ്റെ തലയിലിരിക്കുന്നത് വിഗ്ഗാണെന്ന് തിരിച്ചറിഞ്ഞത്. മമ്മൂട്ടിയുടെ മുഖത്ത് ചുളിവുകൾ വീണതായും അവർ കണ്ടെത്തിയിട്ടുണ്ട്. നോക്കണേ, സ്വന്തം പക്ഷത്തിരിക്കുമ്പോൾ അവർക്കെല്ലാം കസ്തൂരി മഞ്ഞളിൻ്റെ കാന്തിയാണ്. ഇനി മോഹൻലാലിൻ്റെ ദൃശ്യം 4 വരുമ്പോൾ കാണിച്ചു തരാമെന്നാണ് ഭീഷണി. പാർട്ടി സഖാക്കളുടെ വിയർപ്പിൻ്റെ വിലയായ കൈരളിയുടെ ചെയർമാൻ സ്ഥാനത്തിന് ഒട്ടും യോഗ്യനല്ല മമ്മൂട്ടിയെന്നും പറയുന്നവരുണ്ട്. തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തക്കം പാർത്തിരുന്ന ബൂർഷ്വാസികൾ മാത്രമല്ല, ഇതുപോലെയുള്ള കലാകാരന്മാരും കൂറുമാറിയിരിക്കുകയാണ്. പാർട്ടിയുടെ ഭരണം പോയതോടെ തക്കം പാർത്തിരുന്ന ബൂർഷ്വാസികൾ മാത്രമല്ല, ഇതുപോലെയുള്ള കലാകാരന്മാരും മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. LDF ഇല്ലെങ്കിൽ ഈ കേരളം കത്തിപ്പോകുമെന്നും LDF ഇല്ലാതെ ഒരു പണിയും നടക്കില്ലെന്നും പറഞ്ഞ വിനായകൻ മുണ്ടുപൊക്കലൊക്കെ അവസാനിച്ച് വീട്ടിലിരിക്കുകയാണ്. ഇപ്പോൾ തീർത്തും അനാഥനായിരിക്കുന്നത് നമ്മുടെ വേടനാണ്. പാട്ടും പോയി, പണിയും പോയി, പിണറായിയും പോയി. അന്നത്തെ പുലിപ്പൽ ഒറിജിനലാണെന്ന് ലാബിൻ്റെ റിപ്പോർട്ടും വന്നു. ഇനിയുള്ള ജീവിതം സുഖകരമല്ലെന്ന് അറിയാമായിരുന്ന വേടൻ ആളകമ്പടി ഒന്നുമില്ലാതെ തന്നെ എറണാകുളം DCC ഓഫീസിൽ അഭയം തേടിയിട്ടുണ്ട്. അവിടുത്തെ MLA സതീശൻ്റെ അടുത്ത ആളായതുകൊണ്ട് എങ്ങനെയെങ്കിലും പറ്റിക്കൂടി നിൽക്കാമെന്ന് പാവം കരുതിയിട്ടുണ്ടാകും. വിയർപ്പ് തുന്നിയ കുപ്പായമൊക്കെ ഇട്ട് ലക്ഷക്കണക്കിന് ആസ്വാദകരുടെ മുമ്പിൽ നിന്ന് തെറിപ്പാട്ട് പാടാൻ ഇനി എത്ര കാലം കാത്തിരിക്കണം? പത്തനാപുരത്ത് ഗണേഷ് കുമാറിന് വേണ്ടി പാടാൻ പോയ വേടൻ്റെ കാര്യവും കഷ്ടമായി, ഗണേശൻ്റെ കാര്യവും കഷ്ടമായി. വേടൻ്റെ പുലിപ്പല്ല് ഒറിജിനലാണെന്ന് ലാബ് റിപ്പോർട്ടിൽ തെളിഞ്ഞതോടെ 5 വർഷം അകത്ത് കിടക്കാൻ തക്ക കേസുമായി. അന്ന് വേടനെ അറസ്റ്റ് ചെയ്തപ്പോൾ വനം മന്ത്രിയും ഒരു മന്ത്രിസഭ ഒന്നാകെയും അന്തം കമ്മികളുമെല്ലാം വേടനെ പൊക്കിയെടുത്ത് തോളത്ത് വെച്ചു. അവൻ നടത്തിയ ബലാത്സംഗത്തെപ്പറ്റി ഓർത്ത് അതിജീവിത അസോസിയേഷനോ ഫെമിനിസ്റ്റുകളോ കരഞ്ഞതുമില്ല. മന്ത്രിസഭയിൽ നിന്നും രാജിവെച്ച് പോയ K രാധാകൃഷ്ണനെ കെട്ടിപ്പുണർന്നാണ് സ്നേഹം പങ്കുവെച്ച് ഒരു അയ്യരൂട്ടി യാത്രയാക്കിയത്. പിണറായി വിജയൻ അവർക്ക് ദൈവതുല്യനായിരുന്നു. ആ ഇച്ഛാശക്തിയെ പാടിപ്പുകഴ്ത്താത്ത ദിവസങ്ങളുണ്ടായിരുന്നില്ല. ക്ലിഫ് ഹൗസിൽ നിന്നും ഇറങ്ങിപ്പോരുന്നതിന് മുമ്പ് പിണറായി വിജയനും അങ്ങനെ ഒരു കെട്ടിപ്പിടിച്ച് യാത്രയയപ്പ് കൊടുക്കണമായിരുന്നു. മുഖ്യമന്ത്രിയായ ശേഷം G കാർത്തികേയൻ്റെ സ്മരണകളുമായി ആ വീട്ടിൽ ചെന്ന മുഖ്യമന്ത്രി ആ വീട്ടിലെ മരുമകൾ എന്ന നിലയ്ക്ക് ദിവ്യ S അയ്യർക്ക് നല്ല ഒന്നാന്തരം ഒരു പോസ്റ്റ് കൊടുക്കാതിരിക്കില്ല. അതോടെ ആകാശഗംഗയെ പോലെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ആ IASകാരി സതീശൻ സാറിൻ്റെ മാഹാത്മ്യങ്ങൾ പാടിപ്പുകഴ്ത്താൻ തുടങ്ങും. അന്നു മുതൽ അന്തം കമ്മികൾ അയ്യരൂട്ടിയെ ശത്രുവായി പ്രഖ്യാപിക്കും. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ MD ആയിട്ടിരുന്നയാൾ പിണറായി വിജയൻ്റെയും പാർട്ടിയുടെയും അവദാനങ്ങൾ പാടിപ്പുകഴ്ത്തുന്ന ആളായി മാറി. വെള്ളം പോകുന്നിടത്തേക്ക് മത്സ്യങ്ങൾ പോകുമെന്ന് പറയുന്നത് പോലെയാണ് ഇവരുടെയൊക്കെ കാര്യങ്ങൾ. എവിടെ അധികാരമുണ്ടോ അവർ അവരോടൊപ്പം ഉണ്ടാകും. ഇതൊക്കെ കണ്ട് നമ്മുടെ സ്വന്തം ആളുകളെന്ന് കരുതുന്ന കൂറകളുടെ കാര്യമാണ് കഷ്ടം. മുഖ്യമന്ത്രി VD സതീശനെ മമ്മൂട്ടിയും മോഹൻലാലും ആശംസകൾ കൊണ്ട് പൊതിയുമ്പോൾ മറ്റൊരു സംഭവം കൂടി ഇവിടെ നടന്നു. ഒന്നും ചെയ്യാതെയും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുമെന്ന കാഡ്ബറീസിൻ്റെ പരസ്യത്തിലെ പോലെ ഒന്നും ചെയ്യാതെയും പിണറായി വിജയന് വീണ്ടും ഒരു പിറന്നാൾ കൂടി വന്നു. സന്തോഷ ജന്മദിനം അമ്മായശ്ശന് എന്ന് പാടിക്കൊണ്ട് മരുമകൻ മുഹമ്മദ് റിയാസ് ആശംസകൾ നേർന്നൊരു പോസ്റ്റ് ഇട്ടു. പ്രായമായി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കുന്നവരെ അവഗണിക്കപ്പെട്ടവരുടെ ശബ്ദമായി ഈ മനുഷ്യൻ ഇനിയും ഉണ്ടാകുമത്രേ. എൻ്റെ ഫാദർ ഇൻ ലോ പ്രതിപക്ഷ നേതാവായതിന് ഏതവനാടാ ഇത്ര ചൊറിച്ചിലെന്ന് ചോദിച്ചുകൊണ്ടാണ് റിയാസിൻ്റെ പോസ്റ്റ്. പിണറായി വിജയൻ അവഗണിക്കപ്പെട്ട ഏതു മനുഷ്യൻ്റെ ശബ്ദമായെന്ന് റിയാസ് പറയുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തെയെല്ലാം പിണറായി വിജയൻ മുമ്പിൽ കൊണ്ട് നിർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഇനി ഈ നാട്ടിൽ എന്തിൻ്റെ കുറവാണുള്ളത്? ഇതിൽ വേറെ ചില സങ്കടങ്ങളും മുഹമ്മദ് റിയാസ് പങ്കുവയ്ക്കുന്നുണ്ട്. കോരൻ്റെ മകനെ അംഗീകരിക്കാനാവാത്ത ഫ്യൂഡൽ വരേണ്യതയും കോർപ്പറേറ്റ് മാധ്യമങ്ങളും നിരന്തരമായി സഖാവിനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണത്രേ. കോരൻ്റെ മകനാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ പിണറായി വിജയൻ്റെ മകളെ റിയാസ് കെട്ടിയത്? ഇപ്പോൾ വീണ്ടും ഇറങ്ങിയിരിക്കുകയാണ് ജാതിയെയും കോരനെയും കൂട്ടുപിടിച്ച്. കോരൻ്റെ മകനായതുകൊണ്ടല്ല ജനങ്ങൾ പിണറായി വിജയനെ അംഗീകരിക്കാൻ മടിക്കുന്നത്. കയ്യിലിരിപ്പും അഹങ്കാരവും അത്രയ്ക്കുണ്ട്. പതറാത്ത പോരാളിക്ക് ജന്മദിനാശംസകൾ നേരുകയാണ് റിയാസ്. പോരാടി അമ്മായിയപ്പനും മരുമോനും കൂടി പാർട്ടിയെ ഒരു പരുവത്തിലാക്കി. കോരൻ്റെ മകനായി ജനിച്ച് ഒറോട്ട് തിന്ന് വളർന്ന ഒരു മനുഷ്യൻ മറ്റുള്ളവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയേണ്ടതല്ലേ? അല്ല റിയാസേ, ഈ പിണറായി വിജയൻ എന്തു മാങ്ങാത്തൊലിക്ക് വേണ്ടി പോരാടിയെന്നായി പറയുന്നത്?
ഒരു കൊതുകിനെ അടിക്കാൻ പോലും ആ കൈ പൊക്കിയിട്ടില്ല. പോരാടിയതെല്ലാം കുടുംബം വളർത്താനും പാർട്ടിയിലെ ചില കള്ളന്മാരെ വളർത്തിയെടുക്കാനുമായിരുന്നു. കേരളത്തിലെ മനുഷ്യർ അന്തസ്സോടെ ജീവിക്കുന്നെങ്കിൽ അത് അവരുടെ അധ്വാനം കൊണ്ട് നേടിയതാണ്, അല്ലാതെ പിണറായി വിജയൻ്റെ ദാനം കൊണ്ടല്ല. മമ്മൂട്ടിയെ വളർത്തിയതിൻ്റെ അവകാശവും സഖാക്കൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അദ്ദേഹം കൈരളി ചെയർമാനായതിൻ്റെ പേരിലല്ല ലോകം മുഴുവൻ അറിയപ്പെടുന്നത്. ഇപ്പോൾ സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആക്ടിംഗ് ആണോ അതോ ഹൃദയവിശാലത കൊണ്ടും മനുഷ്യത്വം കൊണ്ടുമാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും പാവം പിടിച്ച മനുഷ്യരെ അദ്ദേഹം ചേർത്ത് പിടിക്കുമ്പോഴെല്ലാം വല്ലാതെ കുരു ചൊറിഞ്ഞ് പൊട്ടുന്നത് കമ്മികൾക്കും CPM നേതാക്കൾക്കുമാണ്. ഇത് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നട്ടപ്രാന്തിന് ചികിത്സ കൊടുക്കേണ്ടി വരും നാട്ടിലെ സകല സഖാക്കൾക്കും.